ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് പിങ്കി റോബിൻ. എല്ലാവർക്കും എ ടു സെഡ് ആർട്ട് ബൈ പിങ്കി റോബിൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പം ഞങ്ങൾ എവിടെയായിരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? സോ വി ആർ ഇൻ പാരീസ്. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ കുഞ്ഞിലേക്ക് ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അത് എത്താനായിട്ട് സാധിച്ചു. ഇച്ച ഉണ്ട്, ബോബി ഉണ്ട്, ഇച്ചയുടെ ബ്രദർ ബോബി ഉണ്ട്, അർച്ചനയുണ്ട്, 2 ബേബീസ് ഉണ്ട്, റാഹേലുണ്ട്, ആഞ്ചലീന ഉണ്ട്. അപ്പം നമ്മളാൽ കഴിയാവുന്നത് 2 ദിവസം കൊണ്ട് നമ്മൾ പാരീസ് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സോ വെൽക്കം ടു പാരീസ്. സോ ഡേ 1 പാരീസ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാരീസ് കാണുന്ന മുന്നേ നമ്മൾ എങ്ങനെ പാരീസിൽ വരെ എത്തി എന്നുള്ളത് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ ന്യൂ കാസ്ലിൽ നിന്ന് തിരിച്ചു. ന്യൂ കാസ്ലിൽ നിന്ന് ഞങ്ങൾ കേംബ്രിഡ്ജ് വന്നു. ഇനി കേംബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ലണ്ടൻ വരെ പോകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആദ്യത്തെ ട്രെയിൻ മിസ്സായായിരുന്നു. ബട്ട് ലക്കിലി ഉടനെ തന്നെ ഒരു ട്രെയിൻ വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു പണി കിട്ടിയോന്ന്. അപ്പം പോകുന്ന വഴിക്കുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിവേ ഞങ്ങൾക്ക് 2 കുട്ടിപ്പടയുണ്ട് ഞങ്ങളുടെ കൂടെ. ആൻജിയും ഉണ്ട്, റാഹേലും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ജേണി എന്ത് ഫണ്ണായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ മാത്രമല്ല നമ്മളങ്ങനെ ചടപടെ എന്നല്ല പാരീസിലെത്തിയത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോകാത്തവർ പാരീസിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അപ്പോൾ ലണ്ടനിൽ നിന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാട്ട് ടു എക്സ്പെക്റ്റ് അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ലണ്ടൻ കിങ്സ് ക്രോസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി സെയിൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അടുത്ത റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലോട്ട് വേണം പോകാൻ. അപ്പം ഇതിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് ഇല്ല. നമ്മൾ അപ്പോൾ പുറത്തൂടെ ഇറങ്ങിയിട്ട് വേണം, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എടുത്ത് ലഗേജ് എടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ മിസ്സായി. അപ്പം അത് ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓടി പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കേണ്ടതുള്ളത് കൊണ്ട് ആണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കുള്ള വഴികളാണ്. പക്ഷേ നമുക്ക് നിങ്ങളെ ഞാൻ സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ ഫ്രണ്ടെങ്കിലും കാണിച്ചില്ലേ മോശമല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കുക ആൻജി എൻ്റെ കയ്യിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അർച്ചനക്കുട്ടിയാണ് പോകുന്നത്, റാഹേലുണ്ട് കയ്യിൽ. അപ്പം നമ്മൾ സാധാരണ ഒരു എയർപോർട്ടിൽ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ രീതികളും. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതും. ഇത് കണ്ടോ, ഡിപ്പാർച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പാസ്പോർട്ടെല്ലാം സ്കാൻ ചെയ്ത് വേണം കയറാനായിട്ട്. അപ്പം ഇവിടെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കി ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പം എന്നാലും എനിക്ക് കുറച്ച് മൊമെൻറ്റ്സൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാട്ടോ ഈ കുറച്ച് വീഡിയോസ്. മാത്രമല്ല ഇവിടെയും നമ്മൾ ലഗേജ് ചെക്കിങ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്താണ് പോകുന്നത്. പാസ്പോർട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്നത് യൂറോസ്റ്റാർ ട്രെയിനിലാണ്. ഇവിടുന്ന് 2 hours അതിൻ്റെ അടുത്ത് സമയമുണ്ട് നമുക്കിവിടുന്ന് പാരീസിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് നല്ല ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇതാണ് യൂറോസ്റ്റാർ ട്രെയിൻ. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനാണ് പല യൂറോപ്പ് രാജ്യങ്ങളിലോട്ടും പോകാനായിട്ട് ഇവിടുത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു ലക്കിയാണ്. അത്രമാത്രം പ്ലേസസ് ഇവർക്ക് ട്രെയിനിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ അകമൊക്കെ കാണണ്ടേ. അപ്പം യൂറോസ്റ്റാറിൻ്റെ അകമൊക്കെ കാണാത്തവർക്ക് ഞങ്ങളുടെ ഈ വീഡിയോസിലൂടെ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ആഞ്ചിക്കുട്ടന് നടക്കാൻ ഭയങ്കര ക്ഷീണം. അപ്പോൾ ആൾ എങ്ങനെയും നമ്മുടെ കോച്ചായോ എന്നാണ് ആൾ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് കോച്ചിൻ്റെ അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോച്ച്.
ഓക്കെ, അപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ നമ്പർ 13 ആണ്. അപ്പോൾ ആദ്യമായിട്ട് യൂറോസ്റ്റാറിൽ കയറിയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസസ് അവരവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തുള്ള കാര്യങ്ങളിലോട്ട് നടന്ന് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ തട്ടാം. നമ്മുടെ ട്രെയിനൊക്കെ പോലെ നമ്മളതും കൊണ്ട് ക്യാരി ചെയ്ത് പോകണ്ട. ഹാൻഡ് ലഗേജ് മാത്രം നമ്മൾ കയ്യിലെടുത്താൽ മതി. എന്നിട്ട് ഇത് കണ്ടോ, 4 പേര്, അതായത് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന രീതിയിൽ ഉള്ള ഇതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചാടരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലും പാരീസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഇവിടെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ കാർട്ടൂൺ കാണുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കുറിച്ചും ഒക്കെ കൊണ്ട് നമ്മൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ so guys, we are going to Paris. It's so exciting. എന്താണല്ലേ നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മൾ ഡ്രീം ചെയ്ത് ഇപ്പോൾ സ്പീഡ് കാണിച്ചാൽ കണ്ടില്ലേ, 226 km/h അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഏകദേശം ഇതൊക്കെയാണ് സൈഡിലെ സീനുകൾ. I'm into Paris. Paris, it's in Paris. Paris is cool. ഓ മൈ ഗോഡ്, അപ്പം നമ്മൾ പാരീസ് എത്തിയിരിക്കുകയാണ്. എൻ്റെ ദൈവമേ. അപ്പം നമുക്ക് നമ്മുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഓടിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. നല്ല തിരക്കാണ്. അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മളിനി അടുത്ത മെട്രോ ഒക്കെ പിടിക്കേണ്ടതുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ നടന്നു വേണം. പ്രത്യേകിച്ച് മാത്രമല്ല, നമ്മൾ 2 ദിവസത്തേക്ക് പാരീസ് കാണാൻ വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോ ഒന്നും മതിയാകത്തില്ല പാരീസ് കണ്ടു തീർക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂറോസ്റ്റാറിൻ്റെ ഫ്രണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂറോസ്റ്റാറിൻ്റെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻജി ലഗേജ് ബാഗിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ആൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ടയേർഡായിട്ടുണ്ടാവും ഓൾറെഡി. അപ്പം ഇതാണ് പാരീസിൻ്റെ അകത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകൾ. അപ്പം സാധാരണ ഒരു മെട്രോ സ്റ്റേഷൻ പോലെയൊക്കെ തന്നെ ആണ് ഉള്ളത്. അപ്പം ഇവിടുന്ന് നമുക്ക് അടുത്ത സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കായിരുന്നു. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്പീക്കിങ് വളരെ കുറവായിരുന്നു. പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന വഴികളിൽ പലയിടത്തും തന്നെ പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി. അപ്പം ഇതാട്ടോ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ അക്കോമഡേഷനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഇതാണ് ടിക്കറ്റ്. പിന്നെ ഏറ്റവും ഇവിടെ ഒരു ഭയങ്കര റിസ്ക്കി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റീപ്പി ആയിട്ടുള്ള എസ്കലേറ്ററാണ്. ഇതിൻ്റെ ഹൈറ്റ് അൺബിലീവബിളാണ്. അതിങ്ങനെ കുത്തനെയാണ്. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ പോകുന്നവർ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ മെട്രോയിൽ ഇനി നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ട്രെയിൻ വന്നു, നമ്മൾ കയറി. അപ്പം ഏകദേശം ഇനി നമ്മൾ നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരുടെ സ്ഥലങ്ങളൊക്കെ ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ ഇവരുടെ ലാംഗ്വേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റേഷനും നോക്കി നിൽക്കുകയാണ്, ആ ഒരു സ്റ്റേഷൻ മിസ്സാവാതെ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, അപ്പം അതുകൂടാതെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നമ്മൾ വിചാരിക്കും യൂറോപ്പിനടുത്താണല്ലോ ഇവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ പോലും വളരെ ചുരുക്കം പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ ഈ ബാംഗ്ലൂരിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, കർണാടക ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഫുള്ള് കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല കാര്യമാണ്, ഇറ്റ്സ് എ റെസ്പെക്ട് ഫോർ ദ ലാംഗ്വേജ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഔട്ട്സൈഡേഴ്സ് വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ എന്നെപ്പോലെ തന്നെ
ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ബോബയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ്റെ പുറകെ ഞാനും പിടിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഈ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിനകത്ത് 2 റൂമുണ്ട്. അപ്പം കിച്ചണാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം. അപ്പം ഇപ്പുറത്ത് ലോണ്ട്രിയും നോർമൽ നമ്മുടെ എന്താ പറയുക വാഷിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഓടിച്ച് കാണിക്കാം. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. ഞങ്ങളിവിടെ 2 ദിവസം താമസിച്ചു. അപ്പം നല്ല രസമുണ്ടല്ലേ? എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി പാരീസ് യാത്രയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നോക്കിക്കേ, ആൻജിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ അർച്ചന, ബോബി, ഇച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പാരീസിൻ്റെ ഒരു സൈഡ് വശങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിലൊന്നും വലിയ ഒരു മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓടി ഇനി പാരീസിൻ്റെ ഡേ 1 നമ്മൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് ഒരു ബസിലിക്ക ചർച്ചിലോട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. I'm a pirate. പൈററ്റാണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മെട്രോയുടെ ഓരോ സ്റ്റോപ്പിലും പല പല പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതൊരു ഇന്ത്യൻ പെയിൻറ്റിങ്സ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് കൊള്ളാലോ. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഞ്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ പോണ വഴിക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സും നല്ല ആർട്ട് വർക്ക്സും ഒക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. അതുപോലെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ആ ഒരു അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം നല്ല സ്റ്റെബിലിറ്റി ഉള്ള രീതിയിലാണ് അവർ പണിതിട്ടേക്കുന്നതെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ ഈ ഒറ്റ സ്റ്റേഷനിലോട്ടല്ല, നമ്മൾ 2-3 സ്റ്റേഷനൊക്കെ മാറി കയറിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബസിലിക്ക ചർച്ചിൻ്റെ ഭാഗത്തോട്ട് എത്തിയിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കും പാരീസിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം ഈ വ്യൂ ഒക്കെ ആണ് നമ്മൾ ശരിക്കും കാണേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ട്രീറ്റിലെ ഈ സീൻസൊന്നും ഞാൻ ഫോർവേഡ് ചെയ്യുന്നില്ല. അപ്പം ഒത്തിരി ഇത് കാണണമെന്ന് എക്സൈറ്റ്മെൻ്റ് ഉള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേസിൽ പോകുന്നത്. അപ്പം നമുക്ക് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് പാരീസിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരാഗ്രഹം, ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ പാരീസ് വരെ വന്നിട്ട് നമ്മൾ ഫ്രഞ്ച് മാക്രോൺസ് ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊരു ഫ്രഞ്ച് മാക്രോൺസ് കയ്യിലെടുത്തപ്പോൾ അത് വാങ്ങാൻ വേണ്ടി എൻ്റെ കുഞ്ഞി പെണ്ണ് വന്നു. അപ്പോൾ പിന്നെ വാങ്ങിയത് എന്തായിരിക്കും? ഇത് ഗസ് ചെയ്യാവോ? യെസ്, ഇറ്റ്സ് ഹോട്ട് ചോക്ലേറ്റ്. നോക്കിക്കേ, നല്ല തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ്. അതിങ്ങനെ കുടിച്ച് പയ്യെ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴാണ് ആലോചിച്ചത്, തമ്പുരാനേ 2 ദിവസം പാരീസ് കാണാൻ വന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പീഡിൽ പോയാൽ പാരീസ് എന്നല്ല ഒന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഓക്കേ നമുക്ക് ഓടിച്ചെന്ന് കാണാം, നമുക്ക് ആ ബസിലിക്ക കയറി കാണാം. ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ബസിലിക്കയാണല്ലോ. പള്ളിയുടെ അടിയിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാക്രേ കോർ, ഇതാണ് ഈ ചർച്ചിൻ്റെ പേര്. അതായത് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസിൻ്റെ ചർച്ചാണ്. ഇത് വെരി പോപ്പുലറാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറും വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ സൂപ്പർബാണ്. പിന്നെ ഫോട്ടോ മസ്റ്റാണല്ലോ. Come on guys. Come on everybody.
ആഞ്ചിക്കുട്ടനെ നമുക്ക് സ്റ്റെപ്പ് കയറാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം കാര്യം പള്ളിയൊക്കെ ആണെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സൊവനീഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ കാണുന്ന തിരക്കിന് കുറച്ചൊരു വേഗത കൂടും കുറച്ച് കഴിയുമ്പോഴേക്കും. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേമസ് സ്പോട്ടാണ്, അതുകൊണ്ട് ഇവിടെ ഫോട്ടോ ഡെഫിനറ്റ്ലി മസ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പം അത്യാവശ്യം റഷുണ്ട്. ആൾക്കാരെ കിട്ടാതിരിക്കാനാണ് ഞാൻ തലങ്ങും വിലങ്ങും പിടിച്ചൊക്കെ നോക്കുന്നത്. പക്ഷേ ആർക്കും ഒരു മര്യാദ ഇല്ല വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കയറി പോയപ്പോഴാണ് ഇറങ്ങുന്നവരെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈശ്വര ഇത്രയും പേര് ഇനി കവർ ചെയ്ത് വരണമല്ലോ. പക്ഷേ ഒന്നുമല്ലായിരുന്നു നമ്മൾ മേലോട്ട് ചെന്നപ്പോൾ. അതിലും തിരക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏകദേശം പള്ളി അടുത്തു. അപ്പോൾ ദേ നമ്മുടെ പാരീസിലെ ഫേമസ് മറ്റേ ലോക്ക്, അപ്പോൾ പള്ളിയിൽ വരെ ലോക്കിൻ്റെ ഇതുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ മേലെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചത് എന്താടാ ടൂറിസ്റ്റ് സ്പോട്ടിന് ഒരു നമുക്ക് ഊഹിക്കാം അത്യാവശ്യം തിരക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും തിരക്ക്, നമുക്കങ്ങോട്ട് പറ്റാത്ത അത്രയും തിരക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പം നോക്കുമ്പോഴല്ലേ ദേ ഇവിടെ ബിഷപ്പ് വന്നിരിക്കുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മളതൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് തോന്നി. കാരണം നമ്മൾ വരുന്ന ദിവസം ബിഷപ്പ് അവിടെ ഉണ്ടാവുക അല്ലേ, അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ട് തന്നെ ചർച്ചിലോട്ട് പെട്ടെന്ന് കയറാനായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം പറ്റത്തില്ലായിരുന്നു. ഒന്ന് നമ്മൾ കുറച്ച് സ്റ്റക്കായി, കുറച്ച് ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നു. പക്ഷേ നമുക്ക് ദൈവം സഹായിച്ച് ഒരു പരിധി കൂടാതെ നമുക്കതിൽ കയറി പറ്റാനായിട്ട് പറ്റി. അതുതന്നെ വലിയ കാര്യം. പിന്നെ പള്ളിയുടെ ചുറ്റുമുള്ള കടകളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഉണ്ട് എല്ലാ ഒരു ഫ്രഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കവിടെ കാണാനായിട്ട് പറ്റി. ഇപ്പം ചീസ്, സാൻഡ്വിച്ച്, ബേക്കൺ എല്ലാം റിലേറ്റഡ്, പൊട്ടേറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റി. പിന്നെ വേറൊരു കൗതുക കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആൽക്കഹോളിക് വെതറായിരുന്നു. പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബിഷപ്പാണെങ്കിൽ തന്നെയാണെങ്കിലും അവർ കടകളിലൊക്കെ പോയി ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും. അപ്പം ഞാൻ പെട്ടെന്ന് പള്ളിക്കുള്ളിലെ ചില നല്ല വ്യൂസൊക്കെ കാണിക്കേണ്ടതുണ്ട് നിങ്ങളെ. എന്തായാലും ടോപ്പിലൊന്നും പോകാൻ പറ്റിയില്ല. ശരിക്കും ടോപ്പിൽ പോയിട്ട് അവിടുന്ന് വ്യൂ ഒക്കെ എടുക്കേണ്ടതുണ്ട്. സമയപരിമിതി കൊണ്ട് നമുക്കത് പറ്റിയില്ല, കാരണം അതുപോലെ ക്യൂ ആയിരുന്നു. എന്നാൽ നമുക്ക് പള്ളിയിലുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ വ്യൂ അടിപൊളിയല്ലേ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും നല്ല സിനിമാറ്റിക് ഫീലായിരുന്നു. നമ്മളിപ്പോൾ ഈ ഇങ്ങനത്തെ മൂവീസൊക്കെ അല്ലെങ്കിൽ ഫ്രഞ്ച് മൂവീസ് അല്ലെങ്കിൽ റഷ്യൻ മൂവീസൊക്കെ കാണുമ്പോൾ കുറേശ്ശെ ആ ഒരു യൂറോപ്പ് ടച്ച് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് കാണുന്ന ഷോപ്സാണ് കേട്ടോ. അപ്പം അത് ഫുള്ളും കഴിക്കാനും ഇങ്ങനെ ഡ്രിങ്ക്സിനും ഒക്കെ ഉള്ളതാണ്. ഇവിടെ ഒരു സെലിബ്രേഷൻ പോലെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പള്ളി കഴിഞ്ഞു പ്രാർത്ഥിച്ചു, പിന്നെ ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക, ഡ്രിങ്ക്സൊക്കെ കഴിച്ച് പോവുക. അപ്പം ഞങ്ങൾ വാങ്ങിയ ഒരു ട്രൈ ചെയ്യാനുള്ള ഇതായിരുന്നു പൊട്ടറ്റോ ഇതായിട്ടുള്ള ചീസും ബേക്കണും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഇതാട്ടോ അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ. ഇങ്ങനെ കാണുമ്പം വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഭാഗ്യത്തിന് ഇറങ്ങാൻ നേരത്ത് ഇവർ എസ്കലേറ്റർ മോഡൽസിലുള്ള ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് താഴെ എത്താനായിട്ട് പറ്റി.
അപ്പം നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ ഉണ്ടടാ ഒരു ഗോൾഡ് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് ഒരു സ്റ്റാച്യു, മനുഷ്യൻ സ്റ്റാച്യു, നമ്മുടെ ദിലീപിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പം എന്തായാലും സ്റ്റാച്യു കണ്ടപ്പോൾ നമുക്ക് പിക്ചേഴ്സ് എടുക്കണമല്ലോ. പിക്ചേഴ്സ് മാത്രമല്ല, അവരെന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും ക്യാഷായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കഴിക്കുക എന്നായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ പേസ്ട്രി ഷോപ്സ് കാണുമ്പം ഒരു ബേക്കറും കൂടെ ആകുമ്പോൾ നമുക്ക് പലതും ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അർച്ചനയാണെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത ലാൻഡ്മാർക്കിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്തത് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂറോപ്പ് അത്യാവശ്യ രാജ്യങ്ങളിലെല്ലാം ഒരു വാട്ടർ ജേണി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഒരു തരത്തിൽ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട്, എന്താണെന്നറിയില്ല, ഭയങ്കര ഭാഗ്യം, ആ ബോട്ട് അങ്ങ് എടുത്തു. പിന്നെ അടുത്ത ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് പിന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഉണ്ടടാ നല്ലൊരു ബാൻഡ് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണ് മറ്റേ ബോട്ട് പോയതിൽ. What did you say? We missed a boat. പിന്നെ ആ പേസ്ട്രി ഷോപ്പിൽ നിന്ന് കുറച്ച് ക്രൂസോൺസൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു തരത്തിൽ ചാടി നമ്മുടെ ബോട്ട് ജേണിക്ക് കയറിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ടും എന്നെ അട്രാക്റ്റ് ചെയ്തത്, ഞങ്ങളെല്ലാവരും തന്നെ അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ആർക്കിടെക്ചർ പരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എത്ര വർഷം മുന്നെയാണ് ഇവരിത് പണിതിട്ടിരിക്കുന്നതെന്നായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. വെരി സ്ട്രോങ് ബിൽറ്റ് എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ആ വർക്ക് അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്സ് കാണുമ്പോൾ അറിയാം അത്രയും സ്ട്രോങ് ആണ്. ഇത് കണ്ടോ, അവരുടെ പാലങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നത് 1500 സംതിങ് കാലഘട്ടത്തിൽ പണിത ബിൽഡിങ്സാണ്. അതാണ് എന്നെ ശരിക്കും ഇമ്പ്രസ് ചെയ്തത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയൊരു ഭാഗം. അന്ന് വന്നിരിക്കുന്ന വാട്ടർ വേസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇവരത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സൈഡുകളിൽ വോക്ക് ചെയ്യാനുള്ള പെഡസ്ട്രെയിൻസ് സെക്ഷൻസ് ഉണ്ട്, സൈക്കിൾ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതൊരു സംഭവം തന്നെയാണ്. സിഗ്നൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊക്കെയാണ് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്തായിരിക്കും, ഗസ് ചെയ്യാവോ? യെസ്, ലൂവ. അപ്പോൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലെങ്കിലും ഒന്ന് ചെന്നിട്ട് പോരണ്ടേ. അപ്പോൾ എന്തായാലും വാട്ടർ വേസിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഈ പറയുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് അടുത്ത് അറിയാലോ നമ്മൾ ശരിക്കും പാരീസിൽ എന്തിനാണ് വരുന്നത്. എന്തായിരിക്കും? പാരീസ് ടവർ കാണാനാണ് അല്ലേ, ഐഫിൽ ടവർ കാണാനാണ്. അപ്പം ഈ നമ്മുടെ ലൂവ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. എന്തായാലും നമ്മൾ ആ ഒരു വേ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷേ ബിൽഡിങ്സ് ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ കളറൊന്നും നോക്കണ്ട, നമുക്കത് കണ്ടറിയാം അത്ര സ്ട്രോങ് ആണ് അവിടുത്തെ ബിൽഡിങ്സ്. അതിലെ ആ ഡിസൈൻസ്, ആർട്ട് വർക്ക്സൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഞാൻ അമ്യൂസായി പോയ മൊമെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത്ര സ്ട്രോങ് വർക്ക് അത്രയും വർഷം മുന്നേ ചെയ്യാമെന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞൊരു ഇതാണ്. എനിക്ക് ആർക്കിടെക്ചറാണ് നിങ്ങൾ കാണേണ്ട സംഭവം കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ആ ഒരു മൊമെൻറ്റ്സിലേക്ക് കിടക്കാം.
അപ്പം നിങ്ങൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കണ്ടില്ലേ, അപ്പോൾ അവർ ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് റിപ്പീറ്റൊക്കെ അടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും ബോട്ടിൽ കയറി. എന്നിട്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ഐഫിൽ ടവർ കാണാനായിട്ടാണ്. നമ്മുടെയൊക്കെ കുഞ്ഞിലെയൊക്കെയുള്ള ഡ്രീംസ് അല്ലേ, ശരിക്കും ഇവിടെയൊക്കെ എത്തും എന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ, എല്ലാം കിസ്മത്താണ് മോനെ എന്ന് പറയുന്ന പോലെ ആ ഒരു മൊമെൻ്റായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ട്രിപ്പിലാണെങ്കിലും ഇത്രയൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ സ്ഥലങ്ങൾ കാണണമെന്ന്. പക്ഷെ ദൈവം ഒരു സമയം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും എന്നതിനുള്ള വലിയൊരു പ്രൂഫാണ്. പിന്നെ ഞങ്ങളുടെ ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും ഇല്ലെങ്കിൽ ഒട്ടും നടക്കത്തില്ലായിരുന്നു. അവരുടെ പ്ലാനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാരീസ് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞിലേ മുതൽ നമ്മൾ മൂവീസൊക്കെ കണ്ട് ജീൻസ് പോലെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കതാണല്ലോ നമ്മുടെ ഐഫിൽ ടവർ. അപ്പോൾ അതവിടെ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ മൊമെൻ്റാണ്. മാത്രമല്ല ആൻജി ഉണ്ട് കൂടെ, അതുകൊണ്ട് അതൊരു വേറൊരു മൈൽ സ്റ്റോണാണ്. പിന്നെ ഇത് അടുത്ത വണ്ടറാണ് ലോകത്തിലെ. അപ്പം നമ്മുടെ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം സെക്കൻഡായിട്ടുള്ള നമ്മുടെ ഐഫിൽ ടവറിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ദാണ്ടടാ വന്നു നമ്മുടെ സ്വന്തം ഐഫിൽ ടവർ. വാവ്, ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സ്തംഭിച്ചു പോകുന്ന മൊമെൻറ്റ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അൺബിലീവബിൾ. നമ്മളിവിടെ എത്തി, കാലുകുത്തി. അത് ഒരു വലിയ എന്താണ് ഒരു തരം ഫീലാണ്. പിന്നെ നല്ല ഈവനിങ് ആയിരുന്നു, വെതറായിരുന്നു. പിന്നെ ദേ ഇവിടെ പിക്ചേഴ്സ്, ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം മൊത്തം ഇങ്ങനെ ഒരു സിനിമാറ്റിക് വൈബാണ് ഇവിടെ മൊത്തം. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോകാം. പിന്നെ ഈ ഐഫിൽ ടവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും എല്ലാം ഒരേപോലെയാണ്. ഇപ്പോൾ ആ സൈഡിൽ നിന്ന് എടുത്താലും ഇതേ സെയിം ഷേപ്പാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്താലും സെയിം ഷേപ്പാണ്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും വ്യൂ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് വൺസ് യു കം ക്ലോസർ ടു ഐഫിൽ ടവർ. അതാണ് അതിൻ്റെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത. പിന്നെ ഈവനിങ് ആയി, അപ്പോൾ അതിൻ്റെ ആ ആംബിയൻസും ഒക്കെ മാറും. ഇനി നമ്മളിതിൻ്റെ ലൈറ്റ്സ് വരാനായിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഒന്നാമത് അത്യാവശ്യം ഒരു ദിവസമെങ്കിലും വേണം തോന്നുന്നു. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ ഐഫിൽ ടവറിൻ്റെ അകത്ത് തന്നെ ലോങ് ക്യൂ ആണ്. അതിൻ്റെ അകത്ത് ഈ കാണുന്ന പോലെയൊന്നും അല്ല, അതിൻ്റെ അകത്തും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ലോങ് ക്യൂ ആണ്. അപ്പോൾ ഇപ്പം നിന്നാൽ പോലും നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. അപ്പം എന്താണെങ്കിലും ഈ ഒരു ഞങ്ങളുടെ ഐക്കോണിക് മൊമെൻറ്റിൽ നിങ്ങളെയും കൂടെ സാക്ഷികളാക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പല സ്പോട്ട്സും കണ്ടാൽ മനസ്സിലാവും. ഫ്ലവേഴ്സ് ഉണ്ട്, മാരി മീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ലൊരു മൊമെൻറ്റ്സാണ്. ഈ വർഷം നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ ഡേയ്സ് കൗണ്ട് ചെയ്യുന്ന ഒരു ബോർഡാണ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് നേരെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി പാരീസിൻ്റെ ഒരു നൈറ്റ് വ്യൂവും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാനുള്ള സമയമാകുന്നു.
അപ്പോൾ ഡേ 1 വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഡേ 2 വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് മീ പിങ്കി റോബിൻ സൈനിങ് ഓഫ് ഫ്രം A to Z Art by Pinky Robin.